നീ ഏത് ഇത് നോക്കിയേ ഫൈൻ വന്നിരിക്കണം. നീ സിഗ്നൽ നിർത്തിയില്ലേ? ചേട്ടാ ഞാൻ ഗേൾ ഫ്രണ്ട് ഞാൻ കാണാൻ പോയതാ. ഗേൾ ഫ്രണ്ട് കാണാൻ എന്നിട്ടാണോ ഈ ഫൈൻ വന്നിരിക്കുന്നത്? എന്ത് പറ്റി? എന്ത് പറ്റിയ? ഇത് നോക്കി ചേട്ടാ, ഫൈൻ വന്നിരിക്കണം വേറെ സിഗ്നൽ നിർത്താണ്ട് പോയിട്ട്. വിഷ്ണു പേടിക്കണ്ട, ഇത് ഫേക്കാണ്. ഫേക്കാ? പിന്നെ ചേട്ടാ എൻ്റെ വണ്ടി നമ്പറും മൊബൈൽ നമ്പറൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് ചെല്ലാൻ നമ്പർ നോക്കിയേ, ഇത് 14 അക്കം ഉള്ളൂ. ഒറിജിനൽ ചെല്ലാൻ നമ്പർ എന്ന് പറയുമ്പോൾ 19 എന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. MBDയുടെ സൈറ്റിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും കാര്യങ്ങളും, എസ്പെഷ്യലി വാട്സാപ്പിലും SMS ആണ് വരുന്നത്. നമുക്ക് ഒറിജിനൽ ചെല്ലാനാണെങ്കിൽ 19 ഡിജിറ്റ് ഉണ്ടാവും, ഫേക്ക് ചെല്ലാനാണെങ്കിൽ 14 ഉണ്ടാവും. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് APK ഫയൽ വരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് എം പരിവാഹൻ്റെ APK ഫയൽ വരില്ല. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനേ സാധിക്കുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ MBDയുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുമോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിരിക്കും. കാരണം കേരള MBDക്ക് ഒഫീഷ്യലി വാട്സാപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പലർക്കും പല MBDയും വന്നിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ MBDക്ക് ഇതുവരെ ഒഫീഷ്യലി വാട്സാപ്പ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ട ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എം പരിവാഹൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ, അതായത് എം പരിവാഹൻ്റെ ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുക. സോ വിഷ്ണു, ഇത് ഫേക്കാണ്. എന്തെങ്കിലും ഇനി വെക്കി പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എം പരിവാഹൻ്റെ ആപ്പിലാണ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ ചേട്ടാ, ഓക്കെ ചേട്ടാ. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പൊക്കോട്ടോ. ഓക്കെ.